കോട്ടയം മണർകാട് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് നിർമ്മിച്ച കെട്ടിടം പൊളിച്ചുമാറ്റി നടപ്പാത പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഐരാറ്റുനടയിൽ പ്രവർത്തിക്കുന്ന ചെറിയാൻ ആശ്രമത്തിന്റെ കെട്ടിടമാണ് പൊളിച്ചു നീക്കാൻ RDOയ്ക്ക് കളക്ടർ നിർദ്ദേശം നൽകിയത്. തോട് പുറമ്പോക്കായിരുന്ന ഇവിടം പൂർവ്വസ്ഥിതിയിലാക്കാനും നിർദ്ദേശമുണ്ട്. മണർകാട് മാധവൻപടിയെയും തലപ്പാടി ഐരാറ്റുനട മേഖലകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന നടപ്പുവഴി കെട്ടിയടച്ചാണ് AJ ജോൺ കെട്ടിടം നിർമ്മിച്ചത്. ചെറിയാനാശ്രമം ഹോളിസ്റ്റിക് ആയുർവേദ ചികിത്സ എന്ന പേരിൽ സ്ഥാപനവും ഇവിടെ തുടങ്ങി. നടപ്പാത അടച്ചതോടെ തോട് പുറമ്പോക്കായിരുന്ന 14 സെന്റ് സ്ഥലവും ജോണിന്റെ പരിധിയിലായി. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭവും ഉയർന്നു. ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാത പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും തോട് പുറമ്പോക്ക് വീണ്ടെടുക്കണമെന്നും RDO നിർദ്ദേശം നൽകി. എന്നിട്ടും നടപടിയുണ്ടായില്ല. പ്രദേശവാസികൾ ഇതോടെ കളക്ടറെ സമീപിച്ചു. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയത്. വഴി തുറക്കാൻ വേണ്ടി കളക്ടർ RDOയുടെ ഉത്തരവുണ്ട്. പക്ഷേ നാളിതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ മരുമക്കളുടെ പേരിൽ നിലം വാങ്ങിക്കൂട്ടുകയും അത് മണ്ണിട്ട് നികത്തുകയും മണ്ണ് നീക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവാകുകയും ചെയ്തിട്ടുള്ളതും, എന്നാൽ അതിനുശേഷവും വീണ്ടും മണ്ണ് ഇട്ട് നികത്തുന്നതും ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. 2 നില പണിയാൻ മാത്രമാണ് ചെറിയാനാശ്രമത്തിന് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇതിനു മറവിൽ 4 നില കെട്ടിടമാണ് പണിതത്. അനധികൃതമായി പണിത കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് പഞ്ചായത്ത് പലതവണ നിർദ്ദേശം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.